നമുക്ക് ഖുർആൻ പാരായണം ശരിയാക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മൾ തഹജ്ജുദ് പഠിക്കണം. കാരണം എന്താ വെച്ചാല് അതിന്റെ നിയമങ്ങളാണ്. അതിന്റെ നിയമങ്ങൾ. അപ്പൊ അത് എങ്ങനെ? മുത്തസ്സിൽ എങ്ങനെ? മുത്തസ്സിൽ എന്താണ്? എന്നൊക്കെയാണ് ഈ തഹജ്ജുദിലൂടെ നമ്മൾ സിമ്പിൾ ആയിട്ട് അറബിയത്തിലൂടെ തന്നെ പഠിക്കുന്നത്. ഏഹ് ഉം പാരായണം ശരിയാക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ ഒരു 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 ഖിറാഅത്ത് ശരിയാവുന്നതിനനുസരിച്ച് നമ്മളുടെ പാരായണം മാറും. പാരായണം മാറുന്നതിനനുസരിച്ച് ഖുർആനിന് കുറച്ചും കൂടി ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയും. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക? തദബ്ബുർ നടക്കുക. അതിനെക്കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കും. പടച്ചോൻ നമ്മളോട് പറഞ്ഞത് അതാണ്. നിങ്ങള് അഫലാ തഅഖിലൂൻ നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ചിന്തിക്കുന്നില്ലേ? എന്നൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പറയുന്ന സംഭവമാണ്. അപ്പൊ നമ്മളൊരു ആയത്ത് വായിക്കുന്ന സമയത്ത് ആ ആയത്തിനെ കുറിച്ച് കുറച്ചും കൂടി ചിന്ത വരണെങ്കിൽ അതിൽ അത് ഒന്നെന്തായിരിക്കണം അതിന്റെ മഖ്റജും കാര്യങ്ങളൊക്കെ റെഡി ആവണം. അല്ലെങ്കിൽ ആശയം തന്നെ മാറിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ തജ്വീദിന് ഇത്ര ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ തജ്വീദ് ക്ലിയർ ആവുന്നതോട് കൂടിയിട്ട് അതില് പിന്നെ അതിന്റെ എന്തിലേക്ക് പോണം? അതിന്റെ മഅന അറിയണം. അതിന്റെ മായന അറിയണം. കൃത്യമായിട്ട്. പിന്നെ അത് എന്ത് ചെയ്യണം? നമ്മൾ അതില് തദബ്ബുർ നടത്തണം. ഒരു ആയത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തദബ്ബുർ നടത്തണം. അതൊക്കെ നടത്തണമെങ്കിൽ നമ്മള് ഖുർആനില് കുറച്ചും കൂടി ഇറങ്ങി ചെല്ലുമ്പോഴാണ് അതിന്റെ ഒരു അവസ്ഥയിലേക്കൊക്കെ വരിക. കുറച്ച് മധുരമായിട്ട് പാരായണം ചെയ്യുന്ന സമയത്ത് നമുക്ക് കഴിയുന്ന രീതിയിൽ അതിനെ മനോഹരമാക്കിയിട്ട് പാരായണം ചെയ്യുന്ന സമയത്താണ് ഈ ഒരു മാറ്റങ്ങൾ വരിക. ഖുർആനിനെ നമ്മൾ എന്ന് കൈവിടുന്നോ അതോടുകൂടി നമ്മൾ പോയി. ഖുർആൻ എന്ന് നമ്മൾ ചേർത്ത് പിടിക്കുന്നോ നമ്മളെ കൂടെ ഉണ്ടാവും. പടച്ചോനും മൊത്തം നമ്മളെ കൂടെ ഉണ്ടാവും. അത് ഖുർആനിനെ ഇഷ്ടപ്പെടുന്ന അത് നിങ്ങളൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ടാ. ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പെണ്ണുങ്ങൾ കുറെ ഉണ്ട്. ആണുങ്ങളാണെങ്കിലും ഒക്കെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ടാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അത് ഇതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. ഇനി എന്തും കൂടി ചെയ്യണം? ഈ ഒരു ഇഷ്ടം നമ്മുടെ പാരായണത്തിലേക്കും അതിലൂടെ നമ്മൾ ജീവിതത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മൾ ഈ ഒരു പഠനത്തിന്റെ ഒരു പിന്നെ അവസാനം അല്ലെങ്കിൽ ആത്യന്തികമായിട്ട് നമ്മൾ എവിടേക്കാ എത്തിപ്പെടേണ്ടത്? ഖുർആനിന്റെ തദബ്ബുറിലേക്കാണ് എത്തേണ്ടത്. പിന്നെ അത് മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പഠനം കൊണ്ട് ഉദ്ദേശിച്ചത്. 5 കാര്യങ്ങളുണ്ട്. അത് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ഉദ്ഘാടന സെഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ 5 കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നോക്കേണ്ടത്. അപ്പൊ അതിലേക്ക് നമ്മൾ പോവാ. അപ്പൊ അതിന് തെഹജി എന്ന് പറയുന്നത് ഒരാളിപ്പോ ഖുർആൻ പാരായണം ചെയ്യുന്ന കേൾക്കുമ്പോ അത് തെറ്റാണ് ട്ടോ. അവിടെ അങ്ങനെയല്ല. അപ്പൊ ഓര് ചോദിക്കും എന്താണ് അവിടെ പ്രശ്നം? അപ്പൊ അത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാനും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അതിനൊരു പിന്നെ മൊത്തം 20 ഹാലുകളാക്കി മാറ്റിയിട്ട്, ആ 20 ഹാല് പഠിക്കുമ്പോ അതിന്റെ ഇടയിലൂടെ കുറെ നിയമങ്ങള് പഠിച്ച് അങ്ങനെ അങ്ങോട്ട് പോവാണ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട്. ഇപ്പം ഈ ആഴ്ച നമ്മൾ 10 ഹാല് കഴിഞ്ഞു. 11-മത്തെയും 12-മത്തെയും 13-മത്തെയും ഹാലിലേക്ക് കടക്കാണ്. എന്തായിരിക്കും 11ഉം 12ഉം 13ഉം എന്ന് ഒരാള് മൈക്ക് തുറന്ന് പറയും. ഒരാള് അറിയെങ്കിൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റെങ്കിൽ 11ഉം 12ഉം 13ഉം ഹാല് എന്തായിരിക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമെങ്കിൽ ഒന്ന് ഓക്കെ. അടുത്ത ആൾക്ക് മൈക്ക് കൊടുക്കാം. അഹാന. ശ്രദ്ധാണോ? ഞാൻ ചോദിച്ചത് 11, 12, 13 ഹാല് എന്താന്നാ ചോദിച്ചത്. ശ്രദ്ധ കൊടുത്ത് ഫതഹ കസറ വമ്മ. ഓക്കെ. നിങ്ങൾ വേറെ മൈക്ക് ഓൺ ആക്കിന അടുത്ത് എക്കോ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ 11, 12 ഹാല് 13 ഹാല് ഞാൻ കുറെ വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന്. സിമ്പിൾ ആണ്. 11, 12, 13. ഒന്നാമത്തെ ഹാല് ഫത്ഹ അല്ലെ? അതിന് എന്തും കൂടി കൂട്ടി കൊടുക്കുകയാണ്? ശബ്ദ കൂട്ടി കൊടുക്കുകയാണ്. ഇനി വരുന്ന മുഴുവൻ അതായത് 10 ഹാലിന് ശബ്ദം കൂടി ചേർത്ത് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ബാക്കി 20 ഹാലുമായി. സിമ്പിളാണ്. അതായത് നമ്മൾ ഫത്ഹ പഠിച്ചിട്ടുണ്ടെങ്കിൽ 11-മത്തെ ഹാലിന് എന്ത് കൊടുത്താൽ മതി? ഷദ് കൊടുത്താൽ മതി. 12-മത്തെ ഹാലിന് ഷദ് കൂട്ടി കൊടുത്താൽ 13-മത്തെ ഹാലിന് ഷദ് കൂട്ടി കൊടുത്താൽ ഇനി അങ്ങോട്ടൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഷദ് മാത്രം കൂട്ടി കൊടുത്താൽ പോരാ. അതിന്റെ ഇടയിൽ എന്തുകൂടി വരുന്നുണ്ട്? അതിന്റെ കുറച്ച് നിയമങ്ങളും കൂടി വരാനുണ്ട്. ഒന്നാമത്തെ ഹാല് ഫത്ഹയാണ്. അതിനോട് ഷദ് കൂട്ടുമ്പോൾ 11ആയി. രണ്ടാമത്തെ ഹാല് കെസ്റയാണ്. അതിനോട് ഷദ് ചേർക്കുമ്പോൾ എന്തായി? 12-മത്തെ ഹാലായി. മൂന്നാമത്തെ ഹാല് ദോമയാണ്. അതിനോട് ഷദ് ചേർക്കുമ്പോൾ 13-മത്തെ ഹാലുമായി. ഇത്ര സിമ്പിൾ ആണ്. പക്ഷെ ഇതിനിടയിൽ കുറച്ച് നിയമങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും. ഓക്കെ. ഇപ്പൊ ബ
ബ ഷദ്ദ ഫത്ഹ ബബ്ബ ബ ഷദ്ദ കസ്ര ബിബി ബ ഷദ്ദ ലൊമ ബുബു ബബ്ബ ബിബി ബുബു. ഇനിയിപ്പോ അത് പിന്നെ ഓരോ ഹാലുകളായിട്ട് നമുക്ക് നോക്കാം. ഹാല് 11 ഷദ്ദ വ ഫത്ഹ. 11ാമത്തെ ഹാല് ഷദ്ദ വ ഫത്ഹ, ഷദ്ദ വ ഫത്ഹ. ഓക്കെ, ഒരാൾ പറയൂ. شد وفتح ഷദ്ദ വ ഫത്ഹ. شد وفتح. ഓക്കെ, ഇനി 11ാമത്തെ ഹാല് ഏതാന്ന് വെച്ചാ ഷദ്ദ വ ഫത്ഹ. ഓക്കെ, അപ്പൊ ഇനി അത് ചേർത്ത് തഹജ്ജില് പറയുന്ന സമയത്ത് തെറ്റാൻ പാടില്ല. ഷദ്ദ വ ഫത്ഹ, ഷദ്ദ വ ഫത്ഹ. ചിലപ്പോ സ്പീഡിൽ പറയുമ്പോ വാവ് കേട്ടില്ല, ഷദ്ദ ഫത്ഹ എന്നായിരിക്കും, ഷദ്ദ ഫത്ഹ എന്നൊക്കെ ആയിരിക്കും. പക്ഷെ ഷദ്ദ വ ഫത്ഹ, ഷദ്ദയും ഫത്ഹയും. ഓക്കെ, നമുക്കത് ഒന്ന് കൊടുത്തു നോക്കാം ഓരോന്നിന് ട്ടോ. ഹംസ ഷദ്ദ വ ഫത്ഹ അ അ. എന്തിനാ ഒരു ഹംസ അപ്പുറത്ത് കുട്ടതെന്ന് അറിയല്ലോ. അറബി ഭാഷയില് ഷദ്ദ എന്ന ഒരു ഹർഫിൽ തുടങ്ങൂല. അപ്പൊ അതിനൊരു ഹംസ നമ്മൾ മുമ്പിൽ ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതൊന്ന് പറയും, പിന്നെ നിങ്ങൾ ഓരോരുത്തരെ വിളിക്കും, നിങ്ങൾ പറയണം കേട്ടോ. ഹംസ ഷദ്ദ വ ഫത്ഹ അ അ, ഹംസ ഷദ്ദ വ ഫത്ഹ അ അ. ഓക്കെ, റഷീദ് സാഹിബ് ഇത് പറയൂ. റഷീദ് സാഹിബേ. اوكي. با شدة فتحة با سا سا لا. سا سا شدة وفتحة سا سا. വെരി ഗുഡ്, വെരി ഗുഡ്, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്. ഓക്കെ, شد وفتح جج. ഒന്നും കൂടി പറയൂ. شد وفتح جج. റുജുലത്ത് അപ്പൊ കേറിയിട്ടുള്ളൂ തോന്നുന്നല്ലേ ക്ലാസ്സിൽ. ഹർഫിന്റെ പേര് പറയണം. ഹർഫിന്റെ പേര് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചിട്ടുണ്ട്. ജീം എന്നാണ് ഹർഫിന്റെ പേര്. പിന്നെ ഫത്ഹയുണ്ട്, ഷദ്ദും ഉണ്ട്. അപ്പൊ ജീം ഷദ്ദ വ ഫത്ഹ ജജ്ജ. ഓക്കെ, അടുത്തതൊന്ന് പറയൂ. ഇതെന്താണ്? ക്ലിയർ ആയിട്ട് പറയൂ. ഹ ഷദ്ദ വ ഫത്ഹ ഹ ഹ. ഓക്കെ, ഒന്നും കൂടി പറഞ്ഞോളൂ. ഖ ഷദ്ദ വ ഫത്ഹ മുഫഖമ ഖ ഖ. വെരി ഗുഡ്, വെരി ഗുഡ്, അൽഹംദുലില്ലാ. ഞാൻ വിചാരിച്ചു നിങ്ങൾ അത് മുഫഖമ പറയില്ലാന്ന്. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്, ശുക്രൻ. റജുലത്ത് ഉഷാറായിട്ടുണ്ട്, അൽഹംദുലില്ലാ. റസിയാബിത്ത. ദാൽ ഷദ്ദ ഫത്ഹ ദദ്ദ. ذال شدة وفتحة ذذة. ഓക്കെ, വെരി ഗുഡ്. ഇതോ? راء شدة وفتحة ررة. راء شدة وفتحة مفخمة ررة. വെരി ഗുഡ്, വെരി ഗുഡ്, അൽഹംദുലില്ലാ. ബിൽ ഫത്ഹ മുഫഖമയാണ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇതിൽ നമ്മൾ ഒന്നാമത്തെ ഹാലിൽ പഠിച്ച അതേ നിയമം ഇവിടെയും എന്താണ് ഉപയോഗപ്പെടുത്തണം. കാരണം എന്താണ്? മുഫഖമയായിട്ടുള്ള ഫത്ഹയില് മുഫഖമയായിട്ട് നമ്മൾ പഠിച്ച ഹർഫുകൾ ഏതൊക്കെ ഇവിടെ വരുന്നുണ്ടോ അതും നമ്മൾ മുഫഖമയായിട്ട് തന്നെ എന്ത് ചെയ്യണം? പറയണം. അത് മറന്നു പോകരുത്. ഇപ്പൊ രണ്ടാളും ഉഷാറായിട്ട് പറഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാ. സായ് ഷദ്ദ വ ഫത്ഹ സസ്സ. ഓക്കെ, ഇതോ? സീൻ ഷദ്ദ വ ഫത്ഹ സസ്സ. ഇതോ? ഷീൻ ഷദ്ദ വ ഫത്ഹ ശശ. ഓക്കെ, ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാ. അസ്നത അതാ തഹജ്ജുദ് ചെയ്യൂ. സ്വാദ് ഷദ്ദ വ ഫത്ഹ സ്വസ്വ. അതിനെന്താ പ്രത്യേകത ഉണ്ടോ അസ്നത? മുഫഖമ സ്വാദ്. ഞാൻ അസ്നത്താത്തനോടാണ് ചോദിച്ചത്, വേറെ ആരും പറയരുത്. സ്വാദ് ഷദ്ദ വ ഫത്ഹ മുഖഫമ സ്വസ്വ. മുഖ അല്ല, മുഫഖമ. നോട്ടിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, നോട്ടിൽ എങ്ങനെ എഴുതിയെടുത്തെന്നുള്ളത്. ഇതൊന്ന് പറയൂ, ضاد شدة وفتحة ضد. ഓക്കെ,
ദോ ത്വ ഷദ്ദ ഫത്വ മുഫഖമ തത്വ ത്വ അല്ല ഓക്കെ ത ഓക്കെ 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 ശുക്രൻ ജസാക്കല്ലാഹ്. മൈക്ക് ഓഫ് ആക്കിയോളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് മുഫഖമയായിട്ടുള്ളത് ഇപ്പൊ വ ഷദ്ദ ഫത്ഹ മുഫഖമ വ. പിന്നെ ഐൻ ഷദ്ദ ഫത്ഹ തെറ്റി പോകരുത് കേട്ടോ. ഐൻ ഷദ്ദ ഫത്ഹ മുഫഖമ ഗ. ഇങ്ങനെ ഓരോന്ന്. ഫ ഷദ്ദ ഫത്ഹ ഫ. ഖാഫ് ഷദ്ദ ഫത്ഹ മുഫഖമ ഖ. പിന്നെ കാഫ് ഷദ്ദ ഫത്ഹ ക. ലാം ഷദ്ദ ഫത്ഹ ലല്ല. മീം ഷദ്ദ ഫത്ഹ. ഇവിടെ എന്താ പ്രത്യേകത ഉണ്ടോ? ഇവിടെ ഇവിടെ നമ്മള് ഈ ഒരു 11ാമത്തെ ഹാലില് ശ്രദ്ധിക്കേണ്ട ഒരു തെജ്വീദ് നിയമമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. മീമും നൂനും. ഓക്കെ, അങ്ങോട്ട് പോവാം നമുക്ക്. നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ. ഹ ഷദ്ദ ഫത്ഹ ഹ ഹ. യ ഷദ് വ ഷദ്ദ ഫത്ഹ വ വ. യ ഷദ്ദ ഫത്ഹ യ യ. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ പോവും. വി ആർ ഗോയിങ് ടു ദ ഇമ്പോർട്ടന്റ് തജ്വീദ്. ഉന്ന മീമ് നൂന് ഷദ്ദ. മീമിനും നൂനിനും ഷദ്ദ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തായിക്കണം? ഉന്ന ചെയ്യണം നിർബന്ധമായിട്ട്. ഉന്ന എന്ന് പറഞ്ഞാൽ മണിക്കുക, ഈണം, രാഗം എന്നൊക്കെ പറയും ഉന്നക്ക്. ഓക്കെ, ഉന്ന ചെയ്യണം. മീം നൂൻ ഹർഫ ഉന്ന, രണ്ട് ഉന്നയുടെ അക്ഷരങ്ങൾ. ഹർഫ ഉന്ന എന്ന് പറഞ്ഞാൽ ഉന്നയുടെ അക്ഷരങ്ങൾ. ഏതാണ് ഉന്നയുടെ അക്ഷരങ്ങള്? മീമും നൂനും. ഇത് മീമിനും നൂനിനും ഷദ്ദ് എപ്പം വന്നോ അപ്പൊ അവിടെ എന്ത് ചെയ്തോളണം? മണിച്ചോളണം. ഓർത്തു വെക്കുക. ഉന്നയുടെ അക്ഷരങ്ങളാണ്. ഹർഫ ഉന്നയാണ്. ഉന്നയുടെ അക്ഷരങ്ങൾ. മീം ഷദ്ദ് വന്നു, നൂനും ഷദ്ദ് വന്നു കഴിഞ്ഞാലും മണിക്കണം. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് പിന്നെ ക്ലിയർ ചെയ്യാം. അപ്പൊ തുമ്മ. ഇപ്പൊ നമ്മൾ തുമ്മ എന്ന് പറഞ്ഞ് പോയതാ. അമ്മ എന്ന് പറഞ്ഞ് പോയ പോരാ. അമ്മ യതസഅലൂനല്ല. ഇന്നല്ലദീന കാലു എന്നല്ല, ലാക്കിന്ന എന്നല്ല പറയേണ്ടത്. തുമ്മ തുമ്മ ഇന്നകും അമ്മ യതസഅലൂൻ ഇന്ന ഇലാ റബ്ബിഹിം ലാകിന്നഹു അല്ലാഹു. അവിടൊക്കെ എന്ത് ചെയ്യണം? ഉന്ന ചെയ്യണം. ഉന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കുക. സുമ്മ അമ്മ ഇന്ന ലാകിന്ന. ഓക്കെ, കൈദഹുന്ന. അതിന്റെ തഹജിയാണ് നിങ്ങൾക്ക് കാണുന്നത്. നൂനിന്റെ കൈദഹുന്ന എന്നുള്ള കാഫ് ഫത്ഹ ക, യ സുകൂൻ കൈ, ദാൽ ഫത്ഹ ദ കൈദ, ഹ ളമഹു കൈദഹു. നൂൻ ഹർഫ് ഗുന്ന മുഷദ്ദദ ബിൽ ഫത്ഹ. മുഷദ്ദദ ബിൽ ഫത്ഹ. നൂൻ ഹർഫ് ഗുന്ന മുഷദ്ദദ് ബിൽ ഫത്ഹ. ഷദ്ദ് നൽകിയ ഫത്ഹ ഗുന്ന. അത് നൂന് ഹർഫ് ഗുന്ന. നൂന് ഉന്നയുടെ അക്ഷരമാണ്. കാരണമാണ് മുഷദ്ദദ ബിൽ ഫത്ഹ. ഫത്ഹയിൽ ഷദ്ദോട് കൂടി ഫത്ഹ വന്നു. മുഷദ്ദദ എന്ന് പറഞ്ഞാൽ ഷദ്ദ്. ഷദ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷദ്ദ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു കട്ടിയാക്ക അല്ലെ. അപ്പൊ ബിൽ ഫത്ഹ. അപ്പൊ ഇതിന് തഹജി പറയേണ്ടത് ഇങ്ങനെയാണ്. നൂൻ ഹർഫ് ഉന്ന മുഷദ്ദദ ബിൽ ഫത്ഹ. അപ്പൊ അവിടെ മീമാണെങ്കിൽ മീം ഹർഫ് ഉന്ന മുഷദ്ദദ ബിൽ ഫത്ഹ വരാം, കസ്ര വരാം, ദൊമ വരാം. അപ്പൊ അത് അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. മീമിനും നൂനിനും. മീമും നൂനും ഷദ്ദ എവിടെ വന്നോ അവിടെ ഉന്ന ചെയ്യണം, നിർബന്ധം. ഉന്ന ചെയ്യാത്തവൻ നമ്മിൽ പെട്ടവനല്ല എന്നുള്ള ഹദീസ് പോലും നമുക്ക് കാണാൻ പറ്റും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ അങ്ങനെ കാണാം. നൂൻ ഉന്ന ചെയ്യാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് ഒരു ഹദീസ് പോലും ഉണ്ട്. അപ്പൊ അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണ് ഉന്ന ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ ഒരു തജ്വീദ് നിയമമാണ് ഉന്ന എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഇതിനിപ്പോ എന്ത് പ്രാധാന്യമുള്ളതെന്ന് തോന്നാം. പ്രാധാന്യം വരാൻ കാരണം ഇതാണ്. പ്രവാചകന്റെ ഒരു നിർദ്ദേശം ഉണ്ട്. എന്ത്? നൂന് അല്ല, ഉന്ന ചെയ്യാത്ത നമ്മിൽ പെട്ടവനല്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഉന്ന ചെയ്യൽ നിർബന്ധം. നൂൻ ഹർഫ് ഉന്ന മുഷദ്ദദ ബിൽ ഫത്ഹ. മീമാണെങ്കിൽ മീം. ഒന്ന് എഴുതിയെടുത്തോളൂ. ഇനി പിന്നെ ആയത്തുകൾ വരുമ്പോ ചോദിക്കും, ആരെങ്കിലും പേര് ഞാൻ വിളിക്കും.
വിളിക്കുന്ന സമയത്ത് നിങ്ങൾ തെഹജ്ജ് ചെയ്യണം. അതുകൊണ്ട് ഈ നൂൻ ഹർഫ് ഉന്ന മുഷദ്ദദ ബിൽ ഫത്ഹ, മീമാണെങ്കിൽ മീമാക്കുക, നൂനാണെങ്കിൽ നൂനാക്കുക. അപ്പൊ അതൊന്ന് എഴുതിയെടുത്തോളൂ. ഈ പറഞ്ഞതില് പിന്നെ 11ാമത്തെ ഹാലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, 1ാമത്തെ ഹാലിൽ നമ്മൾ എന്തൊക്കെ നിർബന്ധ തജ്വീദ് പഠിച്ചോ അല്ലെങ്കിൽ പ്രാധാന്യം നൽകിയോ എന്തായിരുന്നു അത്? മുഫഹമയായിട്ടുള്ള ഹർഫുകൾ 7 അക്ഷരങ്ങൾ പ്ലസ് റ ബിൽ ഫത്ഹ, അതൊക്കെ എന്താണ് പിന്നെ ഈ ഒരു 11ാമത്തെ ഹാലിലും വരുന്നുണ്ട് എന്നുള്ളതാണ്. 11ാമത്തെ ഹാലില് 1ാമത്തെ ഹാലിൽ നമ്മൾ പഠിച്ച നിയമങ്ങളൊക്കെ 11ാമത്തെ ഹാലിലും വരുന്നുണ്ട് എന്ന് ഓർത്തു വെക്കാം. അതിന്റെ കൂടെ നൂന് മാറ്റങ്ങൾ വരുന്നുണ്ട്. നൂനു സാക്കിനന്റെ 4 നിയമങ്ങളുണ്ട്, മീമു സാക്കിനന്റെ 3 നിയമങ്ങളുണ്ട്. അതിനനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പക്ഷെ നൂനും മീമും ഷദ് കോൺസ്റ്റന്റ് ആണ്, അത് അവിടെ അങ്ങനെ തന്നെ നിൽക്കും. അത് എപ്പോഴും നമ്മൾ ഒന്നെ ചെയ്യണം. ഓക്കെ, മീമാണെങ്കിൽ മീം ഹർഫ് ഉന്ന മുഷദ്ദദ ബിൽ ഫത്ഹ എന്നാണ്. ഓക്കെ, നമുക്കൊരു ഈ ഒരു ആയത്ത് പിന്നെ ഞാൻ തഹജ്ജി ചെയ്തു തരാം. അമ്മ യതസാഅലൂൻ. ഹർഫ് ഉന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്താണ്, 2 ടൈമാണ് കേട്ടോ. അവിടെ മിഖ്ദാർ പറയേണ്ട ആവശ്യമില്ല. കാരണം അത് ഉന്ന എന്ന് പറയുമ്പോൾ 2 എന്നുള്ളത് അതിൽ അണ്ടർസ്റ്റുഡ് ആയിട്ട് വരുന്നുണ്ട്. ചിലർ ചോദിക്കുക അതിന്റെ എന്താ കതിർ പറയാത്തത് എന്ന്. ഇനി നമ്മൾ വേറൊരു സ്ഥലത്ത് കതിറൊക്കെ ഹർക്കത്തേന്ന് പറയും, ഇവിടെ അത് പറയുന്നില്ല. കാരണം ഇത് ഓൾറെഡി പിന്നെ ഉന്നയുടെ അക്ഷരമായതുകൊണ്ടാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഹർക്കത്തേൻ എന്ന് പറയും. 2 ഹർക്കത്ത് സമയം ഉന്ന ചെയ്യണം എന്ന് പറയും. മീമും നൂനിന്റെ കേസിൽ മാത്രം അത് ഉണ്ടാവില്ല. ഒക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത നൂനു സാക്കിന വ തൻവീൻ ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് അടുത്തത് അതിലേക്കാണ് പോവുക. നൂനു സാക്കിന വ തൻവീനിലേക്കാണ് പോവുക. അപ്പൊ പോകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ അതിനെ കുറിച്ച് മനസ്സിലാക്കാം. ഇപ്പൊ അമ്മ യതസാഅലൂൻ എന്നുള്ളത് പാരായണം ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ മിക്കവാറും ആളുകൾ പാരായണം ചെയ്ത് കേട്ട അമ്മ യതസാഅലൂൻ അനിൻ നബിയിൽ അലീം അല്ലദീം ഫീഹി മുഖ്തലിം കലാ സയഅലമൂൻ സുമ്മ ഇങ്ങനെയല്ല ഓതേണ്ടത്. അമ്മ യതസാഅലൂൻ, ഐൻ ഫത്ഹ ميم حرف مشددة بالفتح. عم يا فتحة يا تا فتحة تا يتا سين فتحة ألف مد متصل واجب 4 أو 5 حركات. همسة فتحة ها. يتساء لام ضمة ومد طبيعي حركتان. يتساءلوا نون فتحنا യതസാഅലൂന. അത് ഞാൻ അങ്ങനെ പറഞ്ഞാണ്. അവിടെ ഒരു വഖഫ് ചെയ്യുകയാണെങ്കിൽ വേറൊരു മദ് വരാനുണ്ട്, യതസാഅലൂൻ എന്ന് പറഞ്ഞിട്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോ ഇത് ജസ്റ്റ് ഒന്ന് പറയാം. ഇനി ഇതിൽ നമ്മൾ 1ാമത്തെ പിന്നെ 11ാമത്തെ ഹാലില് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളാണ്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മുഫഹമയായിട്ടുള്ള ഹർഫുകൾ. മുഫഹമയായിട്ടുള്ള ഹർഫുകൾ ഉണ്ടല്ലോ, 7+1 8 ഹർഫുകൾ. ഈ 8 ഹർഫുകൾക്ക് എന്തായിരിക്കും? മുഫഹമയായിരിക്കും. അതായത് ഖ ഷദ്ദ ഫത്ഹ ഖ മുഫഹമ ഖ റ ഷദ്ദ ഫത്ഹ മുഫഹമ ററ صاد شدة وفتحة مفخمة صص ضاد شدة وفتحة مفخمة ضد طاء شدة وفتحة مفخمة طط ضاء شدة وفتحة مفخمة ضض പിന്നെ غاين شدة وفتحة مفخمة غض ഖാഫ് شدة وفتحة مفخمة قق. ഈ കാര്യങ്ങൾ. പിന്നെ വരുന്നത് എന്താണ്? മീമും നൂനിനും ഷദ് വരുന്ന സമയത്ത് മീം ഹർഫ് ഗുന്ന മുഷദ്ദദ ബിൽ ഫത്ഹ മമ്മ നന്ന. ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞു പോവാണെങ്കിൽ ബബ്ബ തത്ത സസ്സ ജജ്ജ ഹഖ ദദ്ദ ദദ്ദ ററ സസ്സ സസ്സ ശശ സസ്സ ضض طط ضض غ فف قق കക്കലല്ല മമ്മ നന്ന ഹഹ വവ്വ യയ്യ. ഇങ്ങനെ അത് പറഞ്ഞു പോണം. ഓക്കെ, നിങ്ങൾ പിന്നെ പറഞ്ഞിട്ട് എന്ത് ചെയ്തോളൂ, പിന്നെ ഇതാക്കിക്കോളൂ. ഓക്കെ, പെട്ടെന്ന് സ്പീഡിൽ ഓരോ ആൾക്കാര് മൈക്ക് ഓൺ ചെയ്തിട്ട്, ഞാൻ പറയുന്ന ആള് മൈക്ക് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് തഹജ്ജ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് തന്നെ സുൽഫിക്കർ കാക്ക ആയിക്കോട്ടെ. വിളിക്കുന്ന ആൾ പെട്ടെന്ന് മൈക്ക് ഓൺ ആക്കണേ, കാരണം സമയം കുറവായതുകൊണ്ടാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം.
لنرجمنك ഉം. لام فتحة لا نون فتحة نا لنا راء سكون لنر ഉം. جيم ضمة جو لنرجو ലാമിനെ അവിടെ വെച്ചോല്ലേ, നർജുമന്ന ലാമിനെ ചേർത്ത ചില വാക്കുകൾ ചേർത്ത് പറയും, ലാമ് വാവ് ഒക്കെ ഉണ്ടാവും. അത് ജസ്റ്റ് കൂടുതൽ ഇതൊക്കെ അറിയുന്ന ആൾക്കാർക്ക് അതിങ്ങനെ ലാം എന്താന്നുള്ളത്. അപ്പൊ ലാമ് വേറെ തന്നെയാണ്. നർജുമന്ന കഴിഞ്ഞിട്ട് ലാം. نرجم ആ نون شدة فتحة നൂൻ ശബ്ദ അല്ലല്ലോ. നൂൻ എന്താണ്? അവിടെ ചുവപ്പ് കളറൊക്കെ കൊടുത്തിക്കണ്. نون غنة നൂൻ ഹർഫ് ഗുന്ന ഞാൻ എഴുതിയെടുക്കാൻ പറഞ്ഞല്ലോ. نون حرف غنة മുഷദ്ദദ ബിൽ ഫത്ഹ. نون حرف غنة مشددة بالفتحة نرجمن ഉം. كاف فتحة ك نرجمنك لا نرجمنك വെരി ഗുഡ്, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്. അടുത്ത ഒരാളെ പേര് വിളിക്കുന്നുണ്ട്. ഇതിലൊരു വേറൊരു മുഹമ്മദ് കാണുന്നുണ്ടല്ലോ, അതാരാ? ലൈലാബിത്ത. അതൊന്ന് പറഞ്ഞോളൂ. രണ്ടാമത്തെ سميتموها ഉം. سين فتحة س ഉം. ഉം. ميم نون حرف غنة مشددة بالفتح നൂനല്ല, മീമല്ല അത്. ميم حرف غنة مشددة بالفتح ما അല്ല, മീം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷദ്ദുള്ള വാക്ക് ഒറ്റയ്ക്ക് പറയരുത്, അതിന് തൊട്ട ഒന്ന് ചേർത്ത് കൊടുക്കുക. സമ്മ. سين فتحة س ميم حرف غنة مشددة بالفتح سما يا سكون سميت تاء ضمة سميت ميم ضمة واو മദ്ദു തൊബഈ ഹർക്കത്താൻ. مد به حركتان سميتمو ها فتحة ألف مد به حركتان ها سميتموها വെരി ഗുഡ്, അൽഹംദുലില്ലാ. دال فتحة دا ميم ميم حرف هنا مسددة ضمة മുഷദ്ദദ ബിൽ ഫത്ഹ. آه ദമ്മ എന്ന് പറഞ്ഞാൽ പോരാ, അവിടെ മണിച്ചുകൊണ്ട് പറയാം. ദമ്മ. دال فتحة دا ميم حرف هنا مسددة ضمة മുഷദ്ദദ ഫത്ഹ ഉണ്ടോ? مسددة فتحة മുഷദ്ദദ ബിൽ ഫത്ഹ. إيدين را سكون دمر نون ألف مد تبي حركتان നൂൻ അലിഫ് نعم മദ് എന്നാണോ പറയാ? دمرنا നൂൻ ഫത്ഹ അലിഫ് മദ് തൊബഈ ഹർക്കത്താൻ ദമ്മർന. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. ജന്നതാനി. ഓക്കെ. ഇന്നഹും കാനു ഫസവ്വാഹുന്ന. ഇവിടെ ഇപ്പൊ നേരത്തെ അവര് ചോദിച്ച സെലീനത്ത ചോദിച്ച കണക്ക് നോക്കുകയാണെങ്കിൽ ഫസവ്വ വ ഷദ്ദ ഫത്ഹ അലിഫ് മദ് തൊബഈ ഹർക്കത്താൻ സവ്വ ഹ ضمഹു നൂൻ ഹർഫ് ഹുന്ന മുഷദ്ദദ ബിൽ ഫത്ഹ ഹുന്ന ഫസവ്വാഹുന്ന. ഓക്കെ. ഷദ്ദ വ കെസ്ര. 12ാമത്തെ ഹാല് ഷദ്ദ വ കെസ്ര. ഷദ്ദത്ത് വ കസ്രത്ത്. ഓക്കെ, അത് ഇതാണ്. പിന്നെ ഇവിടെയും മീം ഹർഫ് ഉന്ന മുഷദ്ദദ ബിൽ കെസ്ര, നൂൻ ഹർഫ് ഉന്ന മുഷദ്ദദ ബിൽ കെസ്ര. ഓക്കെ. ഈ 12ാമത്തെ ഹാലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മീമും നൂനും അല്ലാത്ത ഒരു നിയമം എന്താണ്? ആർക്കും പറയാം? كسرة مرققة കെസ്ര മുറക്ക. ഷദ്ദ കെസ്ര മുറക്ക. രി 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 റി റി അല്ല, രി രി. ആ രി രി തന്നെ, അതേ ആ ഒരു രീ തന്നെ വരണം. അതെ. മറന്നു പോരുത്. റ ഷദ്ദ കെസ്ര
മുറക്കക്ക രി മണിച്ചു പോകരുത് കേട്ടോ. രി എന്നൊന്നും ആവരുത്. രി മീം ഹർഫുന്ന മുഷദ്ദദ ബിൽ കസ്ര മിമ്മി നിന്നി. ഓക്കെ, അത് രണ്ടെണ്ണാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. ലി അയ്യി യൗമിൻ ഉജ്ജിലത് ലി അയ്യി യ ഷദ്ദ വ കസ്ര ലി അയ്യി യ ഷദ്ദ വ കസ്ര ലി അയ്യി യൗമിൻ ഉജ്ജി ജീം ഷദ്ദ വ കസ്ര ഉജ്ജി ലാം ഫത്ഹല ഉജ്ജിലത്. ഓക്കെ, പിന്നെ ഷദ്ദ ലൊമ്മ ഷദ്ദ വ ലൊമ്മ. ബൊമ്മയില് പിന്നെ നമ്മള് പിന്നെ മുഫഖമ, അത് ഓൾവേസ് മുഫഖമയാണല്ലോ. ഇവിടെയും എന്താണ്, റാന് ബൊമ്മ വരുമ്പോ റാ മുഫഖമയായിരിക്കും, അത് ശ്രദ്ധിക്കുക. പിന്നെ മീം ഹർഫ് ഉന്ന മുഷദ്ദദ ബിൽ ലൊമ്മ. അതിന് തൊട്ട് മുമ്പുള്ള ഉസ്താദ് ഒരു സംശയം. അതിന് തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ ലാം ലി ലി ഐ, അതിന്റെ തഹജ്ജ് ഒന്ന് പറഞ്ഞു. ഏതാണ് ലി ഐ യൗമിൻ ഉജ്ജിലത്? ഇതിൽ ഏത് തഹജ്ജ? അത് ഫസ്റ്റ് തൊട്ടൊന്ന് പറഞ്ഞേ. ലാം കസ്ര ലി അലിഫ് ഹംസ ഫത്ഹ ലി യ ഷദ്ദ കസ്ര ലി അയ്യി യ ഫത്ഹ യ വ സുകൂൻ യൗ മീം തൻവീൻ ബിൽ കസ്ര മുൽഹറ ഖബ്ലൽ ഹംസിൽ മദ്മൂമ യൗമിൻ ഉ. അവിടെ ഒരു നിയമമൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്, ഞാൻ പറഞ്ഞേന്നുള്ളൂ. ലി അയ്യി യൗമിൻ ഉ ജീം ഷദ്ദ വ കസ്ര ഉജ്ജി ലാം ഫത്ഹ ല ഉജ്ജില. അലിഫ് ഹംസ അതവിടെ അങ്ങനെ പറയാൻ അത് പറഞ്ഞില്ല. അത് മീം അതായത് തെൻവീൻ ബിൽ കെസ്രയില് തെൻവീന് നൂനു സാക്കിനൊക്കെ വരുന്ന സമയത്ത് അലിഫും കൂടി വരുമ്പോ ഒരു പ്രയാസം. അത് കുഴപ്പമില്ല. അത് അല്ല, അലിഫ് ഇവിടെ ഊന്ന് പറയണത് അത് എടുത്ത് പറഞ്ഞില്ല. അത് കേട്ടപ്പോ എനിക്ക് തോന്നിയ കേട്ടില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. മീം നേരത്തെ ഞാൻ ഊ പറഞ്ഞിട്ടില്ല, ജീം മാത്രം പറഞ്ഞിട്ടുള്ളേ. മീം തൻവീൻ ബിൽ കസ്ര മുൽഹറ ഖബ്ലൽ ഹംസിൽ മദ്മൂമ യൗമിൻ ഉ ജീം ഷദ്ദ കസ്ര ഉജ്ജി. ഞാൻ നേരത്തെ ഷദ്ദിന്റെത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഷദ്ദ ലൊമ്മ ഇങ്ങനെ കേട്ടോ. കാന ഷർറുഹു മുസ്തതീറ ഷർറു റ ഷദ്ദ ലൊമ്മ മുഫഖമ ഷർറു ഹ ലൊമ്മ സില പറയാണ്ട്. കല്ല ഇന്നഹു തദ്കിറ കല്ല 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 എന്നുള്ള ലാം ഷദ്ദ ഫത്ഹ അലിഫ് മദ് മുൻഫസിൽ ജായിസ് ഇത്നാൻ ഔ അർബ ഔ ഹംസ ഹറക്കാത്ത് അലിഫ് ഹംസ കസ്ര ഇ കല്ല ഇ നൂൻ ഹർഫ് ഉന്ന മുഷദ്ദദ ഫിൽ ഫത്ഹ ഇന്ന അങ്ങനെ പോകും. ഹാ ലൊമ്മ സില സുഗ്ര ഹർക്കത്തൈന്നാണ് പഠിക്കാനുണ്ട്. ഇന്നഹു തദ്കിറ. ഓക്കെ, മൂന്ന് ഹാലുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. 11, 12, 13 ഹാലുകളാണ് പഠിച്ചത്. ഷദ്ദ വ ഫത്ഹ, ഷദ്ദ വ കസ്ര, ഷദ്ദ വ ദമ്മ, ഈ മൂന്നെണ്ണാണ് പഠിച്ചത്. മൂന്നെണ്ണത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നിയമം എന്ന് പറയുന്നത് എന്താണ്, ഹർഫ ഉന്നയാണ്. നൂനും മീമിനും ഷദ്ദ വന്നാൽ മണിക്കുക എന്നുള്ളതാണ് നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നൂനും മീമിനും ഷദ്ദ വന്നാൽ പിന്നെ വരുന്നത് ഒന്നാമത്തെ ഹാല് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടോ അതേ സംഭവം തന്നെ 11ാമത്തെ ഹാലിൽ വരുന്നത്. അതായത് മുഫഹമയായിട്ടുള്ള അക്ഷരത്തിന് ഷദ്ദ വന്നാലും അവിടെയും ആ ഒരു ഹാർഫിന് മുഫഹമ തന്നെയായിട്ട് പാരായണം ചെയ്യണം എന്നുള്ളത്. രണ്ടാമത്തത് കെസ്ര, റാഇന് കെസ്ര വരുന്ന സമയത്ത് തർക്കീക്ക് വരും. അപ്പൊ റാ കെസ്ര മുറക്കക്ക. ഇതിൽ 12ാമത്തെ ഹാലിൽ വരുമ്പോ റാ ഷദ്ദ കെസ്ര മുറക്കക്ക രി എന്ന് ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ആർക്കെങ്കിലും പാരായണം ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആയത്തുകളുണ്ട്, ഇതൊക്കെ നമുക്കൊന്ന് പാരായണം ചെയ്തുകൊണ്ട് പോകാം. ആരാണ് ആദ്യം പാരായണം ചെയ്യുന്നത്? ഒരാള് ഫസ്റ്റ് കൈ പൊന്തിക്കുന്ന ആള്, അല്ലെങ്കിൽ മൈക്കോൺ ആക്കിക്കോളൂ. ഇന്നഹാ ലഇഹ്ദൽ കുബർ. ഒന്നുകൂടി. ഇന്നഹാ ലഇഹ്ദൽ കുബർ. അവിടെ സുക്കൂന് വരുന്നത് ഒരു പ്രശ്നമാവുന്നുണ്ട്. ഇഹ്ദൽ ഇന്നഹാ ലഇഹ്ദൽ ഇഹ്ദൽ ഇഹ്ദ ഇഹ്ദൽ 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 കുബർ. രണ്ടും വ്യത്യാസം തന്നെ വരുന്നില്ല? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? മറ്റേത് നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അതെ അതെ, ഒരു അല്ല, ഒന്ന് നിങ്ങൾ ഇഹ്ദൽ കുബർ എന്ന് പറഞ്ഞു, ഒന്ന് വന്നു. അതെ അതെ, ഓക്കെ ഓക്കെ, കാര്യം മനസ്സിലായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ബാറകല്ലാഹ്.
ഓക്കെ, സുനിത ചോദിച്ചോളൂ. ഇഹ്ദൽ കുബർ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ കുബർ എന്നുള്ളടത്ത് മുറക്കല്ലേ വരുന്നത്? മുറക്കല്ലല്ലോ. കുബരി എന്ന് പറയുമ്പോ എന്താണ്, സുക്കൂനാണ് നമ്മൾ നൽകുന്നത്. സുക്കൂന് നൽകുന്ന സമയത്ത് എന്തല്ല, തർക്കീക്കിലേക്ക് പോകും. അത് ആ ഒരു നമ്മൾ ആ ഒരു ഫസ്റ്റ് തന്നെ ഒരു ഡയഗ്രാം വരച്ചു തന്നിട്ടുണ്ടായിരുന്നു. റാ കെസ്ര വരുന്നത് ഓർമ്മ ഉണ്ടോ? ഒരു പിരമിഡ് പോലെ റാ കെസ്ര, പിന്നെ അപ്പുറം കുറെ എണ്ണോ, ഓർമ്മ ഉണ്ടോ? അങ്ങനെ ഒരു സാധനം ഒരു PDF ഓർമ്മ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ഞാൻ ഉദ്ദേശിച്ചത് എന്താ, അത് നമ്മള് കേസർ വരുമ്പോ നമ്മൾ എൻഡില് നമ്മൾ ലൈറ്റ് ആയിട്ട് ഉച്ചരിക്കേണ്ടതെന്നാണ് എന്റെ ഒരു മനസ്സിലുള്ളത്. കൊടുക്കണോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് മുറക്കൊക്കെ? അല്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിവിടെ കുബരി എന്നാണ്, അതുകൊണ്ട് നിങ്ങൾ അത് തർക്കിക്കല്ലേ എന്നാണോ ചോദിക്കുന്നത്? അതെ അതെ അതെ. ആ, ഓക്കെ. പക്ഷെ നമ്മള് കുബരി എന്നുള്ളത് വഖഫ് ചെയ്യുമ്പോൾ അത് സുക്കൂനാണല്ലോ കൊടുക്കുന്നത്. സുക്കൂന് കൊടുക്കുമ്പോ, റാഇന് സുക്കൂന് കൊടുക്കുമ്പോ തൊട്ട മുമ്പിലുള്ള ഹർഫുമായിട്ട് ബന്ധപ്പെട്ട് കുറെ നിയമങ്ങളുണ്ട്. അത് ഒരു ഡയഗ്രാം വരച്ചിങ്ങിട്ട് തന്നിരുന്നു. രണ്ടാമത്തെ ഹാല് എടുക്കുന്ന സമയത്ത് റാഇന് തർക്കീക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഡയഗ്രാം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവും. ആ ഡയഗ്രാം എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എന്തുകൊണ്ട് ഇവിടെ തർക്കീക്ക് സംഭവിക്കുന്നില്ല എന്നുള്ളത്. അതായത് റാഇന് സുക്കൂനും തൊട്ട മുമ്പിലുള്ള ഹർഫിന് ഫത്ഹയാണെങ്കിൽ അത് തഫ്ഹീമിലേക്കാണ് പോവുക. നേരെ മറിച്ച് ബാഇന് കസ്രയും റാഇന് സുക്കൂനും വരികയാണെങ്കിൽ എന്താണ് വരിക? അൽ കുബീർ എന്നാണ് വരിക. കാരണം തൊട്ട മുമ്പുള്ള ഹർഫിന് കെസ്രയും റാഇന് സുക്കൂനും നൽകി വഖഫ് ചെയ്യുകയാണെങ്കിൽ എന്തായി മാറും? അത് തർക്കീക്കായിട്ട് മാറും. അത് നിങ്ങൾ ആ ഒരു ഡയഗ്രാം നോക്കിയാൽ കാര്യം മനസ്സിലാവും. ആ ഡയഗ്രത്തിൽ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ്. നമ്മൾ ആ ഡീറ്റെയിൽ ആയിട്ട് അവസാനത്തേക്ക് പറയും ഈ റാഇന് തർക്കീക്ക് സംഭവിക്കുന്നത് എപ്പോഴാണ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിക്കോളും. ഇവിടെ സ്വാഭാവികമായിട്ടും ഫത്ഹ റാഇന് സുക്കൂന് വരുമ്പോ അത് തഫ്ഹീമാണ്. നേരെ മറിച്ച് ബാഇന് കെസ്രയായിരുന്നെങ്കിൽ അതെന്തായിരിക്കും? പിന്നെ തർക്കീക്ക് സംഭവിക്കും. പക്ഷെ ഇവിടെ തർക്കീക്ക് സംഭവിക്കാത്തത് എന്താണ്? അത് ഫത്ഹയായതുകൊണ്ടാണ്. ഇനി നിങ്ങൾ പിന്നെ സൂറത്ത്, പിന്നെ ഏത് സൂറത്താണ് എടുത്തു നോക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ സൂറത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ വൽ ഫജിരി എന്നാണ്. വൽ ഫജിരി എന്നുള്ളത് നമ്മൾ നിർത്തുന്ന സമയത്ത് ഫജിർ എന്നല്ലല്ലോ, വൽ ഫജർ. റാഇന് ഒരു തഖ്ഫീം, പക്ഷെ അത് കൽക്കലയിലേക്ക് പോകാനും പാടില്ല, കൽക്കലാവും ചെയ്യരുത്. വൽ ഫജർ. അതേപോലെ തന്നെ നിങ്ങൾ നേരെ അതിന്റെ ഒരു 5-ാമത്തെ ആയത്തേക്ക് നോക്കൂ. ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ. റാ തൻവീനാണ്. ഹിജിറിൻ എന്നാണ്. പക്ഷെ അവിടെ എന്തായിട്ട് മാറുന്നുണ്ട്? ഹിജിർ. റാഇന് തർക്കീക്ക് സംഭവിക്കുകയാണ്. അങ്ങനെ തർക്കീക്ക് സുക്കൂൻ എന്നാണ് നൽകുന്നത്? തൊട്ട മുമ്പേ സുക്കൂന്, ജീമിന് സുക്കൂനാണ്. തൊട്ട മുമ്പത്തെ ഹർഫിന് കെസ്രയാണ്. ആ റൂൾസ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് റാഇന് സുക്കൂന്, അതിന്റെ തൊട്ട മുമ്പിൽ വരുന്നതിന് സുക്കൂന്, അതിന്റെ തൊട്ട മുമ്പ് വരുന്നതിന് കെസ്ര. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ആ റാ എന്ത് ചെയ്യും? സുക്കൂനുള്ള റാ തർക്കീക്കായിട്ട് മാറും. അതാണ് ആ നിയമം. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ അവിടെ ഹിജിർന്നല്ലേ നമ്മള് പ്രൊനൗൺസ് ചെയ്യല്? ഹിജിർന്നല്ലേ? ഹിജിർ എന്നാണ് വരിക. പക്ഷെ പിന്നെ സുക്കൂന് ഞാനകത്ത് ഹഷ്ർ എന്ന് പറയുന്ന ഹഷ്റിൻ എന്നാണ്, അല്ല ഫജിർ എന്നുള്ള ഫജിരി എന്നാണ്. പക്ഷെ അതാണ് ഫജിർ നായി. അതേപോലെ ഹിജിറിൻ എന്നാണ്. അപ്പൊ അവിടെ ആ ഒരു ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ ഈ തർക്കീക്ക് സംഭവിക്കുന്നത് എപ്പോഴാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അതായത് കെസ്ര വരണം, കെസ്ര സുക്കൂന് അല്ലെങ്കിൽ കെസ്ര സുക്കൂന് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യുക? മാറ്റങ്ങൾ വരിക. മറ്റേതൊക്കെ എന്തായിരിക്കും? മുഫഹമയായിരിക്കും. ആഷ്റിൻ എന്നുള്ളത് ആഷ്ർ, അതേപോലെ വത്ർ അല്ലെങ്കിൽ യസ്ർ ഒക്കെ എന്താണ്? മുഫഹമയായിട്ട് തന്നെ പോകുന്നത് റാഇന്. നേരെ മറിച്ച് ഹിജിർ എന്നുള്ള ഹിജിർ എന്നല്ല, ഹിജിർ, അവിടെ റാ തർക്കീക്കാണ് സംഭവിക്കുന്നത്.
അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട, അതും നമുക്ക് എടുക്കാനുള്ളതാണ്. നിങ്ങള് കിട്ടാത്തതൊന്നും ബേജാറാവണ്ട, ഒക്കെ വരാനുള്ളതാ. ഓക്കെ. أعوذ بالله من الشيطان الرجيم والصبح إذا أسفر. ഓക്കെ. والصبح والصبح إذا أسفر. ഓക്കെ. والصبح إذا أسفر. ഓക്കെ. ഒന്ന് നിർത്താണ്ടൊന്ന് ഓതി നോക്കി. والصبح إذا أسفر. അസ്ഫർ എന്നല്ല, അസ്ഫർ. أسفر. ഓക്കെ. അതായത് അസ് എന്ന് പറയുമ്പോ അത് കൽക്കല എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ മാറാണ്ട് അസ്ഫർ. ഓക്കെ. ഓക്കെ, ഇൻഷാല്ലാ. ثم قتل كيف قدر. ഓക്കെ. ഓക്കെ. بسم الله الرحمن الرحيم عما يتساءلون عن النبأ العظيم الذي റേഞ്ചിന്റെ പ്രോബ്ലം فيه مختلفون كلا سيعلمون ثم كلا سيعلمون. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്. ഇന്ന് ചെറിയൊരു പിന്നെ റേഞ്ചിന്റെ പ്രോബ്ലം ഒക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, ഒക്കെ ഉഷാറായിട്ട് പാരായണം ചെയ്തത്. അൽഹംദുലില്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. ഓക്കെ. എനിക്ക് ഒന്നാമത് ഫസ്റ്റത്തെ ഇതില് സംശയം തോന്നുന്നത് മലിക്കിന്നാസ്, അവിടെ മദ് കൊടുത്തില്ലേ? നിലാഹിന്നാസ് എന്ന് പറഞ്ഞോടത്തും മലിക്കിന്നാസ് എന്ന് പറഞ്ഞോടത്തും മദ് കൊടുത്തില്ലേന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ ഉള്ളത് എന്തായിരുന്നു? മിൻ ഷെരി, മിൻ മുകളിൽ ടച്ച് ചെയ്തോന്നൊരു സംശയം. കേൾക്കുന്നുണ്ടോ? നൂനിന്മേല് ടച്ച് ചെയ്തോന്നോ? മിൻ ഇറങ്ങിയിട്ട് നാവ് മോള് പോയി ടച്ച് ചെയ്തിക്കണോന്ന് എനിക്കൊരു ഡൗട്ട്. അല്ല, ഓക്കെ. നേരത്തെ എനിക്ക് തോന്നിയ ടച്ച് ചെയ്തുന്നോന്ന്. അതേപോലെ മലിക്കിന്നാസ് ഇലാഹിന്നാസ് ഒന്ന് ഓതു. മലിക്കിന്നാസ് ഇലാഹിന്നാസ്. ഓക്കെ. 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 എനിക്കൊരു മദ് കൊടുക്കുന്നില്ലേന്നൊരു സംശയം പോലെ തോന്നി. ഓക്കെ. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് 3 ഹാലും കൂടി പഠിച്ചു. നമ്മൾ 13 ഹാലെത്തി. ഏകദേശം പകുതിയും കടന്നു കഴിഞ്ഞു. പക്ഷെ നിയമങ്ങൾ ഒരുപാട് ഇനി വരാനുണ്ട്. അപ്പൊ ഇതുവരെയുള്ളത് നിങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആക്കണം. അത് തഹജ്ജ് ചെയ്യുന്ന സമയത്ത് ഹർഫുകൾ കൃത്യമായിട്ട് പറയാൻ പഠിക്കുക. അതേപോലെ ഇതുവരെ പഠിച്ച മദ്ദുകൾ, ഫറായി ആയിട്ടുള്ള മദ്ദുകളെ കുറിച്ചൊക്കെ ഒന്ന് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെ ഈ ഒരു പഠനം വെറുതെ ആയി പോകും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് ബന്ധപ്പെടാം. ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ക്ലാസ് കഴിയുമ്പോഴത്തേനൊക്കെ നമ്മൾ നല്ലൊരു കാര്യമായിട്ട് മാറണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ ഓൺലൈനിന്റെ കുറെ പ്രയാസങ്ങളുണ്ട്. നമ്മളിപ്പോ ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങളെ മുമ്പിൽ ഇരുത്തിങ്ങായിട്ട് ഇത് കുൽ അഊദു ബിറബ്ബിന്നാസ്, ഞാൻ സ്പീഡിൽ പറയാണ്, മണിക്കുന്നൊന്നുമില്ല. കുൽ അഊദു ബിറബ്ബിന്നാസ് ഞാൻ ഓതുന്നു, തിരിച്ച് നിങ്ങൾ ഓതുന്നു. അപ്പൊ നമുക്കത് നല്ലൊരു ഇന്ററാക്ഷൻ കിട്ടും. പക്ഷെ ഇവിടെ നമുക്കത് കഴിയുന്നില്ല. അത് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കൃത്യമായിട്ട് ഗ്രൂപ്പിൽ ഇടപെടുക എന്നുള്ളതാണ്. ഗ്രൂപ്പിൽ കൃത്യമായിട്ട് ഇടപെട്ടുകയായിട്ട്
പരമാവധി നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ രക്ഷയുള്ളൂ. അപ്പോ നമ്മൾ എന്ത് വേണമെങ്കിലും നിങ്ങളെ മെന്റേഴ്സ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളാണ് അതിന്റെ ഇനിഷ്യേറ്റീവ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാലേ അത് ശരിയാവുള്ളൂ. അപ്പൊ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതൽ പഠിക്കുക. ഖുർആൻ നല്ലോണം പാരായണം ചെയ്യാൻ പറ്റുക. പാരായണം ചെയ്യുന്നതോടുകൂടി അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് എന്താണ് ചിന്തിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറി വരുന്ന സമയത്ത് എന്ന് പറയുമ്പോ ആ റബ്ബിന് പൂർണ്ണമായിട്ട് ഹംദ് പറയുന്ന സമയത്ത് അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അപ്പൊ നടക്കുന്ന കുറെ പ്രോസസ്സിംഗ് ഉണ്ട്. അൽഹംദുലില്ലാഹ് നമസ്കാരത്തിൽ പഠിച്ചോന് പിന്നെ എന്താ പറയാ, ഓരോ ഫാത്തിഹ ഓതുന്ന സമയത്തും മലക്കളോട് പറയും, ഇതാ ഇന്ന ആളിട്ടോ എന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എന്നെ സ്തുതിക്കുന്നുണ്ട് ട്ടോ എന്ന് പറയുന്നൊരു സമയമാണ് ഫാത്തിഹ ഓതുന്നതെന്ന് പറയുന്നത്. അപ്പൊ അവിടെ പഠിച്ചോന് നമ്മളെ വാച്ച് ചെയ്യുന്ന സമയമാണ് ഫാത്തിഹ. നമ്മൾ നമസ്കാര സമയത്ത് നമസ്കരിക്കുന്ന സമയത്തുള്ള ഫാത്തിഹനെ കുറിച്ചിട്ട് ഹദീസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇത് കുറെ അധ്യാപകരാണ് ഇതിനകത്തുള്ളത്. അറബി കൃത്യമായിട്ട് പഠിച്ചാൽ നമ്മളൊന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതാണത് കൃത്യമായിട്ട്. ഫാത്തിഹ ഓതുന്ന സമയത്ത് നിങ്ങളെ പഠിച്ചോന് വാച്ച് ചെയ്യുന്നുണ്ട്, എന്നെയും നിങ്ങളെയും ഒക്കെ. നമസ്കാരത്തിന്റെ ഫാത്തിഹയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഓരോന്നിനും പറയുന്നുണ്ട്. പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക് യൗം, ഇതൊക്കെ പറയുന്ന സമയത്ത് ഓന് ചോദിക്കുന്ന എന്തും ഞാൻ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അത് ആ പഠിച്ചോൻ നമ്മളെ നേരിട്ട് വാച്ച് ചെയ്യുന്നത് നമ്മൾ ഉൾട്ടാ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ആലോചിച്ച് നോക്കുക. റബ്ബ് തൊട്ടടുത്തുള്ള മലക്കുകളോട് നമ്മളെ പറയുന്ന സമയമാണ് സൂറത്ത് ഫാത്തിഹ ഓതുന്നത്. അവിടെ നമ്മൾ കൊണ്ടുപോയിട്ട് തെറ്റിച്ചാൽ എന്തായിരിക്കും? അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പരമാവധി നല്ല രീതിയിൽ നമ്മൾ പാരായണത്തിലാക്കാൻ ശ്രമിക്കുക. ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാൻ ശ്രമിക്കുക. ആയത്തുകൾ എങ്ങനെ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ പിന്നെ അവസാന ദിവസത്തിന്റെ മാലിക് നീയാണ് എന്ന് പറയുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞു പോകാൻ കഴിയണം. കാരണം എന്താണ്? ആ സമയത്ത് ആരുണ്ടാവില്ല. പഠിച്ചോൻ കനിഞ്ഞാൽ മാത്രമേ കഴിച്ചിലാവുള്ളൂ. അവിടെ നമുക്ക് വിങ്ങാൻ, നമ്മുടെ ഹൃദയത്തിൽ അങ്ങോട്ട് എത്താൻ കഴിയണം. ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടില്ലേ? നമസ്കാര സമയത്ത് അമ്പേറ്റിട്ടുള്ള അമ്പ് കൊണ്ടിട്ട് അതിന്റെ വേദന അറിയാൻ അത് ഖുറാനിലേക്ക് ലയിച്ചു പോയ സ്വഹാബിമാരുടെ കഥകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ നമ്മൾ വരാൻ ശ്രമിക്കുക. ഖുർആനിനെ നമ്മൾ ചേർത്ത് പിടിക്കുക. ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുക. എങ്കിലും നമുക്ക് വിജയമുണ്ട്. പഠിച്ചോ നമ്മുടെ കൂടെ ഉണ്ടാവും. ആ രീതിയിൽ നമ്മൾ പൂർണ്ണമായി ആ ഒരു രീതിയിലേക്ക് മാറുക. നമ്മൾ ഇതെന്ന് കൈവിട്ടോ അന്ന് പോയി, നമ്മളെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോയി. ഖുർആനിനെ നമ്മൾ ചേർത്ത് പിടിക്കുക. മറ്റുള്ള കോലാഹലങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. ഖുർആനിനെ ചേർത്ത് പിടിക്കുക. അതിനെ നമ്മൾ തദബ്ബർ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ കാര്യങ്ങളും നമുക്ക് തഫ്സീർ ചെയ്താനൊന്നും കഴിയില്ല. പക്ഷെ ഒരായത്ത് വായിക്കുമ്പോൾ അത് എന്നോട് എന്താണ് പറയുന്നത്, എന്നോടാണല്ലോ സംസാരിക്കുന്നത് അല്ലാഹു. അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഒരുപാട് ആൾക്കാർ പലതരത്തില് പ്രയാസം അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. നമ്മളെ പഠിതാക്കൾ TTQ TTHQ ഒക്കെ പഠിതാക്കൾ പലതരത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാൻ കൂടുതൽ പ്രാർത്ഥനയിലേക്കൊന്നും പോകുന്നില്ല. കാരണം ഞാൻ ഇവിടെയാണുള്ളത്. അതുകൊണ്ടാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. വബറകാതുഹു.